എന്തായാലും കൊള്ളാം. എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടപ്പോഴുണ്ടല്ലോ, ശരിക്കും മൃഗങ്ങളെ പോലും നാണിക്കുന്ന തരത്തിലുള്ള ഒരു വീഡിയോ ക്ലിപ്പായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു സ്ത്രീ, അതായത് ഈ പുള്ളിക്കാരത്തി ഭയങ്കര വങ്കത്തിയാണെന്നൊക്കെയാണ് പറയുന്നത്. പുള്ളിക്കാരത്തി പണ്ടത്തെ സ്റ്റാർട്ട് സിംഗറുടെ വിജയിയൊക്കെ ആയിട്ടുണ്ടായിരുന്ന ആളാണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ പണ്ട് ഞാൻ സ്റ്റാർട്ട് സിംഗർ കാണാറില്ലാത്തത് കൊണ്ട് എനിക്കതേക്കുറിച്ചിട്ട് അറിയില്ല, ഈ ഒരു സ്ത്രീയെ കുറിച്ചിട്ടും അറിയില്ല. ഇപ്പോൾ ഈ വന്ന, അതായത് ഇപ്പോൾ വൈറലായ ഈ ഒരു വിഷയം, നിപ്പിൾസ് വിഷയം, ഈ ഒരു വിഷയത്തിൽ മാത്രമാണ് ഞാൻ ഈ ഒരു സ്ത്രീയെ കണ്ടിട്ടുള്ളത്. നേരത്തെ ഞാൻ ഇവരായിട്ട് കണ്ടിട്ടുമില്ല. അപ്പോൾ ഇവിടെ വിഷയം എന്താണെന്നുള്ളത് ഞാൻ പറയാതെ തന്നെ ഒട്ടുമിക്ക ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവാം. പക്ഷേ എന്നാൽ പോലും ഈ ഒരു വിഷയത്തിൽ എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു അഭിപ്രായമുണ്ട്, അതെനിക്കിവിടെ പറയണം. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ, ഈ ഒരു സ്ത്രീ, ഇവരുടെ പേരെന്ന് പറഞ്ഞാൽ മാളവിക അനിൽകുമാർ എന്നാണ്. അപ്പോൾ ഈ ഒരു പുള്ളിക്കാരത്തി വന്നിട്ട്, പുള്ളിക്കാരത്തിയുടെ ചാനലിൽ ഒരു വീഡിയോ വന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഞരമ്പുകൾ എല്ലായിടത്തും കാണും. ഞരമ്പ് രോഗികൾക്ക് എന്തും പറയാമല്ലോ. അവറ്റകളുടെയൊക്കെ എന്ന് പറഞ്ഞാൽ സ്വഭാവമേ ഇതുപോലെ ആരുടെയെങ്കിലും വീഡിയോയിലോ ലൈവിലോ ഒക്കെ കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ കച്ചറകൾ എഴുതി ഇടുക എന്നുള്ളതാണ്. ശരിക്കും അത്തരത്തിൽ വരുന്ന ആളുകളോട് നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കുക? ഒന്നുകിൽ നമുക്ക് ആ കമൻറ്റിൽ തന്നെ അവരെ തെറി വിളിച്ച്, പൂരത്തെറി വിളിച്ച് നമുക്ക് അവരെ ഒഴിവാക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ ബ്ലോക്ക് ചെയ്തും ഒഴിവാക്കാം. ഞാൻ സ്വാഭാവികമായിട്ട് ഞാൻ ചെയ്യുന്ന വേലയും അത് തന്നെയാണ് കേട്ടോ. പക്ഷേ എനിക്കങ്ങനെ ഞരമ്പന്മാർ ആരുടെയും കമൻറ്റുകളൊന്നും എനിക്ക് വരാറില്ല. പക്ഷേ ചിലരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന രേണു സുധിയെ പോലുള്ള ആളുകളെ പറ്റിയിട്ടൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ പോടി വാടി എന്നൊക്കെയുള്ള അത്തരത്തിലുള്ള കമൻറ്റുകളാണ് വരുന്നത്. എന്നാൽ അതിന് പോലും ഞാൻ നല്ല മറുപടി കൊടുക്കുന്ന ആൾ കൂടിയാണ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ, ഈ ഒരു സ്ത്രീയുടെ വീഡിയോയുടെ താഴെ വന്നിട്ട് ഇവരെടുത്ത് എന്താണ്, നിനക്കൊരു ബ്രായെങ്കിലും മേടിച്ച് ഇട്ടുകൂടേടി എന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അത്രേ. അങ്ങനെ പലരും കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അത്രേ. അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്കുണ്ടല്ലോ, ഈ ഒരു സ്ത്രീക്ക് ഒട്ടും സഹിച്ചില്ല. അപ്പം തന്നെ അവരെന്താണ് ചെയ്തതെന്ന് അറിയാമോ? ഒട്ടനെ ഓടിച്ചാടിപ്പോയി ഒരു വീഡിയോ എങ്ങെടുത്ത്, എന്നിട്ട് അവർ യൂസ് ചെയ്യുന്ന ബ്രായ അങ്ങ് കാണിച്ചു. ദേ ഇതുപോലെ സ്പോഞ്ചൊക്കെ വെച്ച ബ്രായാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, ഇതാണ് ബ്രാ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ബ്രാ കാണിച്ചിട്ട് വീഡിയോ ചെയ്തു. അതിനുശേഷം എന്താ ചെയ്തു, നിങ്ങൾ പറഞ്ഞ നിപ്പിൾസ് ഇതാണെന്ന് പറഞ്ഞിട്ട് അവരെ മുലഞ്ഞിട്ട് കാണിച്ചു കൊടുത്തു. ഇതാണ് നിപ്പിൾസ് എന്ന് പറഞ്ഞിട്ട് അവരതീ തൊട്ട് കാണിച്ചു കൊടുത്തു. എന്നിട്ട് പിന്നെ ഇവർ ചെയ്തൊരു സംഭവം എന്ന് വെച്ചാൽ, ആ ഒരു ബ്രാ അതും അവർ കാണിച്ചു കൊടുത്തു. കാരണം ഞാൻ ഇത് ഇട്ടിട്ടാണ് ഇതിങ്ങനെ തള്ളിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇവർ കാണിച്ചു കൊടുത്തത്. ശരിക്കും പറയുകയാണെങ്കിൽ ഇതിനെ സപ്പോർട്ട് ചെയ്ത് കുറേ എണ്ണം വന്ന് വീഡിയോയും ചെയ്തിരിക്കുന്നത് കണ്ടു. അപ്പോൾ ഞാനിത് പറയുമ്പോൾ പലരും എന്നെ തെറി വിളിക്കുമായിരിക്കും, നിങ്ങളുടെ ഇഷ്ടത്തിന് വേണോ ഞങ്ങൾ വീഡിയോ ചെയ്യാനുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അത്തരക്കാരോട് എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഇവരെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തിരിക്കുന്ന പുരുഷന്മാരോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പുരുഷന്മാരായിട്ടുള്ള വ്ളോഗർമാരോടാണ് ചോദിക്കാനുള്ളത്. നിങ്ങളുടെ വീട്ടിലും കാണില്ലേ സ്ത്രീകൾ, നിങ്ങളുടെ ഭാര്യ ആവാം, സഹോദരിമാരാവാം, അമ്മയെ നമുക്ക് ഒഴിവാക്കിയേക്കാം. കാരണം അമ്മമാരെന്ന് പറയുമ്പോൾ അവർക്ക് കുറച്ച് പ്രായമായിട്ടുള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവരെ അങ്ങ് മാറ്റി നിർത്താം. പക്ഷെ നിങ്ങൾക്കുള്ള അമ്മമാരോ അതുപോലെ തന്നെ നിങ്ങളുടെ സഹോദരിമാരോ ഭാര്യയോ ഒക്കെ ഇതുപോലെ ഒരു സംഭവം വരുമ്പോൾ, അല്ലെങ്കിൽ ഇത്തരത്തിൽ അവർക്കൊരു ആക്ഷേപം കേൾക്കേണ്ടി വന്നു കഴിഞ്ഞാൽ, അവരിതുപോലെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അവരുടെ നിപ്പിൾസ് കാണിച്ചു കൊടുത്തിട്ട് ഇതാണ് നിപ്പിൾസ് എന്ന് പറഞ്ഞ് തൊട്ട് താങ്ങി കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, നിങ്ങൾ അതിനെ കൈയടിക്കുന്ന ഒരു ആളാണോ? എൻ്റെ വൈഫ് ചെയ്തത് വളരെ നല്ലൊരു കാര്യമാണ്, അല്ലെങ്കിൽ എൻ്റെ സഹോദരിമാർ ചെയ്തത് വളരെ നല്ല കാര്യമാണ്, കാരണം സമൂഹത്തിലുള്ള ഒരുപാട് പേർക്ക് ഈ ഒരു സംഭവം കാണാത്ത ആളുകൾക്ക് എല്ലാം കാണിച്ചു കൊടുത്തല്ലോ, വളരെ നല്ല കാര്യമാണ്, ഇനി ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യണേ എന്നൊക്കെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണോ നിങ്ങൾ? അത്തരത്തിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ സപ്പോർട്ട് ചെയ്തതിന് വളരെ സന്തോഷം. അത്തരത്തിലുള്ള ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഇവർക്ക് വേണ്ടി വീഡിയോ ചെയ്ത് നിങ്ങളുടെ പിന്തുണ അറിയിച്ചതിലും വളരെ സന്തോഷം. അതേസമയം എൻ്റെ ഭാര്യ അങ്ങനെ കാണിക്കില്ല, അല്ലെങ്കിൽ എൻ്റെ പെങ്ങന്മാർ അങ്ങനെ കാണിക്കില്ല, എൻ്റെ ഭാര്യയും സഹോദരിമാരൊന്നും അങ്ങനെ കാണിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല, അവർ കാണിച്ചാൽ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല, അങ്ങനെയുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ പിന്നെന്തിനാണ് നിങ്ങൾ ഇതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത്? അപ്പോൾ ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ അത് കാണാനും നല്ല ചേലാണല്ലേ. അതുമാത്രമല്ല, ഇതുപോലെ ഒത്തിരി ഫോളോവേഴ്സൊക്കെ ഉള്ള ആളുകളെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ കിട്ടുന്ന വ്യൂസ്, അതിന് വേണ്ടിയിട്ട് മാത്രമാണ് നിങ്ങളെപ്പോലുള്ള ആളുകൾ പലരും ഇതുപോലെയുള്ള പല അപരാധങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പിന്നീട് എനിക്ക് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ, ഈ ഒരു വിഷയത്തെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്ത ഒരുപാട് ലേഡീസിനെ ഞാൻ കണ്ടു. അപ്പോൾ അതിൽ പലരിടത്തും എനിക്ക് ചോദിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ, നിങ്ങളൊക്കെ ഓരോ യൂട്യൂബർമാരാണ്, നിങ്ങളൊക്കെ ഒരുപാട് വീഡിയോസുകൾ ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ നിങ്ങൾ
നിങ്ങളെ പലരും തെറി വിളിക്കാം. സ്വാഭാവികമാണ്. നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ വീഡിയോയ്ക്ക് താഴെ വന്നിട്ട് തെറി കമൻറ്റ് ഇടുന്ന ആളുകളുണ്ട്, പിന്നെ അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്ത് കമൻറ്റ് ഇടുന്ന ആളുകളുണ്ട്, സെക്ഷലായിട്ടുള്ള വാക്കുകൾ വെച്ചിട്ട് കമൻറ്റ് ഇടുന്ന ആളുകളുണ്ട്. അത്തരത്തിലുള്ള ആളുകൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവും. പക്ഷേ അത്തരത്തിൽ ആളുകൾ നിങ്ങളോട് വന്നിട്ട് കമൻറ്റ് ഇട്ടതിൻ്റെ പേരിൽ നിങ്ങൾ ഇതുപോലെ വന്ന് അപരാധം കാണിക്കുമോ? അതാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. നിങ്ങൾ ഇതിനു മുമ്പ്, അതായത് ഇത്രയും നാളും നിങ്ങൾ വീഡിയോ ചെയ്തിട്ടുള്ളതിൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഒരു ഞരമ്പൻ ഇങ്ങനെ വന്ന് കമൻറ്റ് ഇട്ടു, അല്ലെങ്കിൽ ഒരുപാട് ഞരമ്പന്മാർ വന്ന് ഇങ്ങനെ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ ഇങ്ങനെ കാണിക്കുന്ന ഒരു വ്യക്തിയാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളെ കുറ്റം പറയുന്നില്ല. അതേസമയം ഇന്നോളം നിങ്ങൾ ബാഡ് കമൻറ്റ് കേട്ടു എന്ന് കരുതിയിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നിങ്ങളുടെ നിപ്പിൾസ് കാണിക്കാൻ തയ്യാറാകാതിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വൃത്തികേട് കാണിച്ച സ്ത്രീക്ക് സപ്പോർട്ട് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് ഒരാളോടൊന്നല്ല, ഇതിനെ സപ്പോർട്ട് ചെയ്ത സ്ത്രീകളോടാണ് ചോദിക്കാനുള്ളത്. നിങ്ങളെ ഇതുപോലെ ബാഡ് കമൻറ്റ് ആരെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ വന്ന് ഇതുപോലെ കാണിക്കുമോ? അങ്ങനെ കാണിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ ഞാൻ കുറ്റം പറയുന്നില്ല. നിങ്ങൾ അതിന് സപ്പോർട്ട് ചെയ്യുന്നതിൽ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതേസമയം നിങ്ങൾ അങ്ങനെ കാണിക്കുന്ന ആളല്ലെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് അവരെ സപ്പോർട്ട് ചെയ്തതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പിന്നീട് എനിക്ക് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ, ഇതുപോലെയുള്ള ഞരമ്പന്മാരോടാണ് പറയാനുള്ളത്. വായി നോക്കി ഇളയമാരെ പാഴുകളെ നായിൻ്റെ മോമാരെ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള മാർഗം നിങ്ങൾ നോക്കുക. മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത് എന്താണെന്ന്? പിടികിട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതല്ലാണ്ട് ചെറുപ്പക്കാരികളായ പെണ്ണുങ്ങൾ ചെയ്യുന്ന വീഡിയോയുടെ താഴെ വന്നിട്ട് നിൻ്റെയൊക്കെ ആ ഒരു സ്വഭാവം ഉണ്ടല്ലോ, അത് എടുക്കരുത്. അത് എടുക്കുന്നത് ഒട്ടും നല്ലൊരു കാര്യമില്ല. അതായത് സത്യത്തിൽ നമ്മൾ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആളായതുകൊണ്ടായിരിക്കും നമ്മളുടെ ചാനലിൽ വന്നിട്ട് അത്തരത്തിലുള്ള ഞരമ്പ് തരത്തിലുള്ള കമൻറ്റുകളൊന്നും ഇതുവരെയും വരാറില്ല. പിന്നെ ആരെങ്കിലുമൊക്കെ വാടി പോടി എന്നൊക്കെ പറയുക, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ മോശം കമൻറ്റ് ഇടുന്നതായിട്ട് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ നല്ല തെറി കമൻറ്റ് ബോക്സിൽ കൊടുക്കും. കാരണം ഞാൻ എൻ്റെ വീഡിയോയിൽ ഞാൻ തെറിയെന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യാറില്ല. പക്ഷേ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് എന്നെ ആരെങ്കിലും അനാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അതവിടെ കമൻറ്റ് ബോക്സിൽ തന്നെ കൊടുക്കും മറുപടി. അല്ലാണ്ട് ഇതുപോലെയുള്ള പച്ച കാട്ടപരാധങ്ങൾ കാണിക്കുകയല്ല നമ്മൾ ആരും ചെയ്യുന്നത്. ഈ ഒരു സ്ത്രീ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പുരുഷന്മാരും, അതായത് ഇപ്പോൾ ഇവരുടെ നിപ്പിൾസിന്റെ ഭാഗം കണ്ടതാണല്ലോ ഇപ്പോൾ ഇവിടെ പ്രശ്നമായത്, അതുകൊണ്ട് തന്നെ പുരുഷന്മാരും ഇനി മുതൽ ഈ നിപ്പിൾസിന്റെ ഭാഗത്ത് ഓരോ സ്റ്റിക്കറുകളുണ്ട്, സ്റ്റിക്കർ കിട്ടും സ്ത്രീകൾക്ക് ഇങ്ങനെ ഒട്ടിക്കാനുള്ള സ്റ്റിക്കറുണ്ട്. അപ്പോൾ അത് ഒട്ടിച്ചിട്ട് ഷർട്ടിട്ട് നടക്കണം. സ്ത്രീകൾക്ക് അത് കണ്ടു കഴിഞ്ഞാൽ വിഷയമാണെന്നാണ് ഇവർ പറയുന്നത്. ഇതിൽ ഏത് സ്ത്രീകൾക്കാണ് പുരുഷന്മാരുടെ മാറിടം കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം ഉണ്ടാവുന്നത്? ഈ ഒരു വ്യക്തിയുടെ കാര്യമായിരിക്കും ഇവർ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ ഇവർക്ക് അങ്ങനെ ആയിരിക്കും, അത് കണ്ടു കഴിഞ്ഞാൽ വിഷയമായിരിക്കും. അതുപോലെ ഇവർ പറയുന്നതെന്ന് പറഞ്ഞാൽ പുരുഷന്മാർ നല്ല ഇറക്കമുള്ള വസ്ത്രം ധരിക്കണം എന്നാണ് പറയുന്നത്. മുട്ടിന് താഴെ നിൽക്കുന്ന രീതിയിലുള്ള വസ്ത്രം ധരിച്ച് അത്രയും ഇതായിട്ട് നടക്കണം. ഇപ്പോൾ നിലവിലുള്ളതുപോലെയുള്ള വസ്ത്രമൊക്കെ ധരിച്ച് ഒറ്റമുണ്ട് ഒക്കെ ഇവിടുത്തല്ലേ നടക്കുന്നത്. ആ ഒരു രീതിയിൽ നടക്കരുത് എന്നാണ് പറയുന്നത്. അത് എന്തടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാവുന്നില്ല. ഒരു പക്ഷേ അതൊക്കെ ഇവർക്ക് പ്രശ്നമായിരിക്കും, അതുകൊണ്ടായിരിക്കും ഇവരെങ്ങനെ പറയുന്നത് അല്ലേ. എന്തായാലും നിങ്ങളെപ്പോലെ എല്ലാവർക്കും ഇതൊന്നും കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. പിന്നീട് ഇവർ പറയുന്നതെന്ന് വെച്ചാൽ, പുരുഷന്റെ മാറിടത്തിൽ സ്റ്റിക്കർ ഒട്ടിക്കണം എന്ന് പറഞ്ഞ ആ ഒരു കാര്യത്തിൽ ഒരു വിശദീകരണം തരാതിരിക്കാൻ നിവൃത്തിയില്ല. എന്തടിസ്ഥാനത്തിലാണ് പുരുഷന്റെ മാറിടത്തിൽ എവിടെയാണ് സ്റ്റിക്കർ ഒട്ടിക്കേണ്ടത്? അത് മനസ്സിലാവുന്നില്ല. നേരെ മറിച്ച് ലേഡീസ് ആണെങ്കിൽ ഓക്കെ, കാരണം നമ്മൾ ഡെലിവറിയൊക്കെ കഴിഞ്ഞു, കുഞ്ഞുങ്ങൾക്ക് പാലൂട്ടിയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ എന്ന് കരുതിയിട്ട് പുരുഷന് എന്താണ് പ്രശ്നം? അതാണ് മനസ്സിലാക്കാനുള്ളത്. പിന്നീട് ഇവിടെ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഒരു പെണ്ണുപിള്ള വന്നിട്ട് ഇതൊക്കെ എടുത്തു പിടിച്ച് കാണിച്ച് സംസാരിച്ചല്ലോ, തൊട്ട് കാണിച്ച് സംസാരിച്ചല്ലോ. അപ്പോൾ അതേ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഒരു സംഭവം, ഈ ഒരു നിപ്പിൾസ് എന്ന് പറയുന്ന സംഭവം ഇന്നത്തെ കാലത്ത് ഉണ്ടായ പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ഉള്ളത്. ഈ ലോകം ഉണ്ടായ കാലം മുതൽക്കേ പെണ്ണ് എന്ന് പറയുന്ന ഒരു വർഗത്തിന് ദൈവം കൊടുത്തിട്ടുള്ള ഒരു വരദാനമാണ് ഈ പറയുന്ന സംഭവം. അതുകൊണ്ട് തന്നെയാണ് കുഞ്ഞുങ്ങളെയൊക്കെ പരിപാലിച്ച് അവർക്ക് വളർത്താനും ഒക്കെ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ദൈവം കൊടുത്ത ഒരു വരദാനമല്ല. അപ്പോൾ അന്നത്തെ കാലത്തുള്ള അമ്മച്ചിമാരും അമ്മൂമ്മമാരും അവരെയൊക്കെ നമുക്കറിയാം. പണ്ടത്തെ കാലത്തെന്ന് പറഞ്ഞാൽ, പണ്ടത്തെ കാലത്തുള്ള അമ്മൂമ്മമാരൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലുള്ള അമ്മച്ചിമാരെ പോലെ, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്തെ സ്ത്രീകളെ പോലെ സ്പോഞ്ച് ഉള്ളിൽ വെച്ച ബ്രൈസറൊന്നുമല്ല ആ പഴയ കാലഘട്ടത്തിലുള്ള നമ്മുടെ അമ്മൂമ്മമാരൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, കോട്ടൺ തുണി, നൈസ് കോട്ടൺ തുണി വെച്ച് തയ്യൽ മെഷീനിൽ വെച്ച് തച്ചെടുക്കുന്ന കെട്ടുപാടി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതാണ് അന്നത്തെ കാലത്തുള്ള നമ്മുടെ അമ്മൂമ്മമാരൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഈ പറയുന്ന അമ്മൂമ്മമാർ മാത്രമല്ല, അന്നത്തെ കാലത്തെ അമ്മച്ചിമാരും അതൊക്കെ തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ടും അവരുടെ ശരീരത്തിൽ നിന്നും ഈ പറയുന്ന സാധനങ്ങൾ പുറത്ത് ബൾജ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നില്ല. അതെന്തുകൊണ്ടാണ്?
അത് നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അന്നത്തെ കാലത്ത് കെട്ടുപാടി ഉപയോഗിക്കുന്ന കാലത്തിലുള്ള അമ്മച്ചിമാര് അത് ഉപയോഗിക്കുന്ന സമയത്ത് പോലും അവരുടെ ശരീരത്തിലുള്ള ഈ നിപ്പിൾസ് പോലുള്ള ഭാഗങ്ങൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതെന്തുകൊണ്ടാണ്? അവരുടെ വസ്ത്രധാരണം അത്രത്തോളം മാന്യതയുള്ളതായിരുന്നു. ഇവരെന്ന് പറഞ്ഞാൽ ഇവർ ആ ഒരു സ്പോഞ്ചിന്റെ സംഭവമൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ടെങ്കിലും ശരിക്കും നൈസിന് ഇപ്പോൾ ഉള്ള സ്ത്രീകൾ കൂടുതലും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നൈൻ പോലുള്ള തുണികൾ കൊണ്ടുണ്ടാക്കിയ ബ്രേസിയർ ഇത് യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ഇതുപോലുള്ള നിപ്പിൾസ് പോലുള്ള സംഭവങ്ങൾ പുറത്തേക്ക് തെറിച്ച് നിൽക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഒരു ലേഡി എന്നുള്ള നിലയിൽ ആരും പറയാതെ തന്നെ നമുക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമാണിത്. അപ്പോൾ ഞാൻ നേരത്തെ പോലെ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കെട്ടുപാടിയുള്ള കാലഘട്ടത്തിലെ പെണ്ണുങ്ങളുണ്ടായിരുന്നു ഈ നാട്ടിൽ. അപ്പോൾ അവർക്ക് ഒന്നും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, ഇന്നത്തെ കാലഘട്ടത്തിലെ പെണ്ണുങ്ങൾക്ക് മാത്രമാണല്ലോ ഈ ഒരു പ്രശ്നം ഉണ്ടാവുന്നത്. ഇപ്പോൾ നമ്മളെല്ലാവരും ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളുകളാണ്, നമുക്കൊന്നും ഇങ്ങനെ ഒരു വിഷയമില്ല. അപ്പോൾ ഇത്തരത്തിൽ വിഷയങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വസ്ത്രധാരണത്തിൻ്റെ കുഴപ്പം കൊണ്ട് മാത്രമാണ്. അതായത് അടിഭാഗത്ത് ഇപ്പോൾ നമ്മൾ ധരിക്കുന്ന അടിവസ്ത്രം ഇന്നർ ഏതാണെങ്കിലും അത് ബനിയൻ മോഡലിലുള്ളത് ധരിച്ചിട്ട് അതിന് പുറത്തും കൂടി ബനിയൻ്റെ ടീഷർട്ട് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് എന്താണ് ഇത്തരത്തിലൊക്കെ ഉണ്ടാവും. അതിനെ മറ്റൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആദ്യം നമ്മൾ ധരിക്കുന്ന വസ്ത്രം ക്ലിയർ ആക്കാനായിട്ട് നോക്കുക. നമ്മുടെ ശരീരഭാഗങ്ങൾ മറ്റുള്ളവർ കാണത്തക്ക രീതിയിലുള്ളത് ധരിക്കാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അയഞ്ഞ ബനിയനൊക്കെ ധരിക്കുമ്പോഴത്തേക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുള്ള ആളുകൾക്കാണെങ്കിൽ നല്ല പാഡ് വെച്ചിട്ടുള്ളത് സംഭവം മേടിക്കാനായിട്ട് കിട്ടും. അത് ഉപയോഗിക്കുകയാണെങ്കിൽ എങ്ങും കാണത്തില്ല. ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് ഇതിന് എനിക്ക് ആരുടെയും സപ്പോർട്ടിൻ്റെ ആവശ്യമില്ല. എനിക്ക് വളരെ കൃത്യമായിട്ട് പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഇനി അതുകൊണ്ടും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാമല്ലോ. ഇതുപോലെ അകത്തൊരു കോട്ടൺ പീസ് വെക്കാലോ. ഇത് ഡ്രസ്സ് ധരിച്ചതിന് ശേഷം കുറച്ച് പഞ്ഞിയോ അല്ലെങ്കിൽ കോട്ടൺ പീസോ മടക്കി കട്ടിക്കുള്ളിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു വൃത്തികേട് ഉണ്ടാവില്ലല്ലോ. ആരും ഇട്ട് അറിയത്തുമില്ല. യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടില്ല. എങ്ങും അടർന്നു പോകുന്നോ പറഞ്ഞു പോകുന്നോ തൊലിഞ്ഞു പോകുന്നോ ഉള്ള പേടിയും വേണ്ട. ഇത് ഒന്നും ചെയ്യാണ്ട് ഈ പറയുന്നത് പോലെ തന്നെ കാണുന്നവർ കാണട്ടെ, ഒരു വിഷയമില്ല, ഇതൊക്കെ എല്ലാവർക്കും ഉള്ളതല്ലേ എന്നുള്ള രീതിയിൽ നടന്നിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ ആ പറയുന്നവരുടെ മുന്നിലേക്കല്ല, ഈ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് തന്നെ അത് കാണിക്കാനായിട്ട് ഇരുന്നിട്ട് പിന്നെ അതിനെ ഇങ്ങനെ ന്യായീകരിച്ച് മെഴുകുന്നത് കാണുമ്പോൾ പുച്ഛമാണ് തോന്നുന്നത്. അതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. പിന്നീട് മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഈ ഒരു കമന്റ് ഇട്ടു എന്ന് പറയുന്ന നാറി വന്നിട്ട് ഈ ഒരു നിപ്പിൾസിന്റെ ഭാഗത്തിനെ പറ്റിയിട്ട് കമന്റ് ഇട്ടപ്പോൾ ഇവരത് വന്ന് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് കാണിച്ചിട്ട് അതിനെക്കുറിച്ചിട്ടുള്ള വിശദീകരണം തന്നു. അതേസമയം അയാൾ വന്നിട്ട് വജൈന ഭാഗത്തെക്കുറിച്ചിട്ടാണ് കമന്റ് ഇട്ടിരുന്നതെങ്കിൽ അത് ഇവർ സോഷ്യൽ മീഡിയയിൽ വന്ന് കാണിച്ചിട്ട് അവരതിൻ്റെ വിശദീകരണം തരുമായിരുന്നു. അതാണ് എൻ്റെ ഒരു സംശയം എന്ന് പറയുന്നത്. എന്തായാലും ആ ഒരു പഞ്ചപാബി ആരാണെങ്കിലും അത്തരത്തിലൊരു കമന്റ് ഇടാൻ തോന്നാഞ്ഞതിന് അയാളോട് നന്ദി പറയാതിരിക്കാൻ യാതൊരു നിവർത്തിയില്ല. എന്തായാലും ഇതൊക്കെ കുറച്ച് ഓവർ ആവുന്നു എന്നേ എനിക്ക് പറയാനുള്ളൂ. കാരണം നമ്മളെല്ലാവരും പെണ്ണുങ്ങൾ തന്നെയാണ്. ഈ പറയുന്നത് പോലുള്ള കാര്യങ്ങളൊക്കെ എല്ലാ സ്ത്രീകൾക്കും, സ്ത്രീ എന്ന് പറയുന്ന വർഗം ഉണ്ടായ കാലം മുതൽക്കേ എല്ലാവർക്കും ഉള്ളത് തന്നെയാണ് എന്ന് കരുതിയിട്ട് ഏത് എവിടെ എങ്ങനെയെന്നൊക്കെയുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം, കൊച്ചു കുഞ്ഞിന് വരെ അറിയാം എന്ന് കരുതിയിട്ട് അത് മറ്റുള്ളവർക്ക് അട്രാക്ഷൻ തോന്നുന്ന തരത്തിൽ വസ്ത്രധാരണം നടത്തിയിട്ട് പിന്നീട് ആരെങ്കിലും അതിനെക്കുറിച്ചിട്ട് അനാവശ്യം പറയുമ്പോൾ അത് വന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് കാണിച്ചു കൊടുക്കുന്നത് ഒട്ടും നല്ല സ്വഭാവമായിട്ട് തോന്നുന്നില്ല. വളരെ മോശമായിപ്പോയി. ഇനിയിപ്പോൾ ഇവർ എത്ര വലിയ സിംഗർ എന്ന് പറഞ്ഞാലും എന്ത് തേങ്ങയെന്ന് പറഞ്ഞാലും ഇവർ കാണിച്ചത് ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരു കാര്യം തന്നെയാണെന്നേ ഞാൻ പറയത്തുള്ളൂ. പക്ഷേ ഇതിൻ്റെ പേരിൽ ആര് വന്ന് എന്നെ പൊങ്കാല ഇടാൻ വന്നു കഴിഞ്ഞാലും എനിക്ക് ഒരു പ്രശ്നവുമില്ല. പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയുക തന്നെ ചെയ്യും. പിന്നീട് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതുപോലെയുള്ള പോക്കൃത്തരങ്ങൾ ഓരോരുത്തർ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് കാണിച്ചു കൊടുക്കുമ്പോഴാണ് ഇപ്പോൾ വളർന്നു വരുന്ന ചെറിയ കുട്ടികളുടെ കയ്യിൽ വരെ മൊബൈൽ ഫോണും കാര്യങ്ങളും ഒക്കെ ഉള്ള കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. വെറും കാലഘട്ടം എന്ന് പറഞ്ഞാൽ പോരാ, അപകടം പിടിച്ച കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഈ കുട്ടികൾക്കൊക്കെ ഇവളുമാരെ പോലുള്ള ഭയങ്കര സിംഗർ, പണ്ടത്തെ വിന്നർ, അത്തരത്തിലുള്ള ആളുകളൊക്കെ വന്നിട്ട് ഇങ്ങനെയുള്ള പോകൃത്തരങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ അത് അനുകരിക്കാനുള്ള ത്വര കൂടുതലായിരിക്കും. പ്രത്യേകിച്ച് സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന ആളുകൾ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അതിനെ അനുകരിക്കുന്ന ഒരു സ്വഭാവം കൊച്ചു കുട്ടികൾക്ക് കൂടുതലായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ അവരും വിചാരിക്കും, കാരണം നമ്മൾ കാണുന്നതാണ്, ചെറിയ മക്കൾ വരെ ലൈവിൽ വരുന്നുണ്ട്, അപ്പോൾ അവരും വിചാരിക്കും ലൈവിൽ വന്ന് ഇങ്ങനെയൊക്കെ കാണിക്കാം, അതിലൊന്നും ഒരു പ്രശ്നവും ഇല്ല എന്ന് ചിന്തിക്കും. എന്നിട്ട് ഇവർ പറയുന്നത് എന്തുവാണ്, ഇതൊക്കെ കണ്ടാൽ എന്താണ് പ്രശ്നം എന്നുള്ള രീതിയിലാണ്. നാണവും മാനവും ഉള്ളവർക്ക് ഇതൊന്നും കാണിക്കാൻ തോന്നത്തില്ല. അപ്പോൾ നാണവും മാനവും മര്യാദയും ഇല്ല എങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നീടെന്ന് വെച്ചാൽ ഈ പറയുന്ന പോലെ എല്ലാ മനുഷ്യർക്കും എല്ലാം എന്താണ് എങ്ങനെയാണ് എല്ലാവർക്കും എല്ലാം അറിയാം. ഇപ്പോൾ സ്ത്രീയും പുരുഷനും തുല്യരാണ് എന്ന് പറയുമ്പോഴും എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം ഒന്നേ ഉള്ളൂ. സ്ത്രീയും പുരുഷനും തുല്യരാണ് എന്ന് പറയുമ്പോഴും അവിടെ ഒരു അന്തരമുണ്ട്. എന്തുകൊണ്ടാണ് ആ ഒരു അന്തരം?
ഇപ്പം നടു റോഡിൽ നിന്നിട്ട് ഒരു പുരുഷൻ ധൈര്യമായിട്ട് മൂത്രം ഒഴിക്കും. നേരെ മറിച്ച് നടു റോഡിൽ ചെന്നിട്ട് ഒരു പെണ്ണിന് അത് പറ്റുമോ? അത്രയും തന്നെയാണ് വ്യത്യാസം. അതിൽ കൂടുതലായിട്ട് ഒന്നും വ്യത്യാസത്തിന് പറയാനായിട്ടില്ല. അത് മാത്രമല്ല, ഒരു പുരുഷൻ, നമ്മൾ എത്രയോ കേൾക്കുന്നു, ഒരു പുരുഷൻ ഒരു സ്ത്രീയെ പീഡിപ്പിക്കുന്നു, അതിക്രൂരമായിട്ട് പീഡിപ്പിക്കുന്നു എന്നൊക്കെ കേൾക്കുന്നു. പക്ഷേ ഇന്നോളം ഒരു സ്ത്രീ ഒരു പുരുഷനെ പീഡിപ്പിച്ചതായിട്ട് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ബലാത്സംഗ കുറ്റത്തിന് ഏതെങ്കിലും ഒരു സ്ത്രീ ജയിലിൽ പോയതായിട്ട് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? അപ്പോൾ എന്തുകൊണ്ടാണ് അതങ്ങനെ സംഭവിക്കാത്തത്? എന്തുകൊണ്ടാണ്? അപ്പോൾ ആ ഒരു വ്യത്യാസം തന്നെയാണ് പിടികിട്ടിയിട്ടുള്ളവർക്ക് പിടികിട്ടിയിട്ടുണ്ടാവും. പിന്നെ ഇതിൽ കൂടുതലായിട്ടൊന്നും ഒന്നും പറയാനില്ല. പിന്നെ നമ്മൾ ആരെയും പോളിഷ് ചെയ്ത് സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ല. അപരാധങ്ങൾ എവിടെ കണ്ടു കഴിഞ്ഞാലും അത് അപരാധമാണ് എന്ന് പറയാനുള്ള നല്ല തൻ്റെ ഇടവും ഉണ്ട്. അപ്പോൾ ഇതിൽ കൂടുതലായിട്ട് ഒന്നും പറയാനില്ല. ഈ ഒരു വിഷയത്തിൽ ഇത്രയെങ്കിലും പ്രതികരിച്ചില്ലെങ്കിൽ ഞാനൊരു സ്ത്രീയാണ്, അല്ലെങ്കിൽ ഞാനൊരു അമ്മയായിട്ടിരിക്കുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ലാതെ പോകും. കാരണം ഇവറ്റകളെ പോലുള്ള കുറേ എണ്ണം ഇതുപോലെ മുളച്ച് വരുന്നത് കൊണ്ട് ഒരുപാട് കുട്ടികൾ വഴിതെറ്റി പോകാനും ഇവരുടെയൊക്കെ ഈ അപരാധങ്ങൾ കണ്ടുപഠിക്കാനും ഒരുപാട് സാധ്യതയുണ്ട്. പുതിയ തലമുറയെ പോലും നശിപ്പിക്കുന്നത് ഇതുപോലെ എന്തും ഏതും ചെയ്യാമെന്നുള്ള ധൈര്യത്തോടു കൂടി നടക്കുന്ന കുറേ എണ്ണമാണ്. അപ്പോൾ എന്തായാലും ഇതിൽ കൂടുതലായിട്ടൊന്നും പറയാനില്ല. അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.